എന്നാൽ വളരെ അപൂർവമാണ്. ഇൻട്രാ ഓഫ് അവയർനെസ് അഥവാ സർജറിക്കിടയിൽ രോഗിക്ക് ബോധം തിരിച്ചു വരികയും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ചിലർക്ക് കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള ആളുകൾ എവേക്ക് എന്ന ഒരു മൂവി കണ്ടിട്ടായിരിക്കാം മിക്ക രോഗികളും പ്രീ അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോൾ ഈ ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിനെ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് സർജിക്കൽ കാറ്റഗറീസ്, പേഷ്യന്റ് കാറ്റഗറീസ്, അതേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ സർജിക്കൽ കാറ്റഗറീസ് പറയുകയാണെങ്കിൽ കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് സിസേറിയൻ സെഷൻ പേഷ്യൻസ്, ട്രോമ പേഷ്യൻസ്, അതുപോലെ എമർജൻസി സർജറീസിലാണ്. അതുപോലെ പേഷ്യന്റ് കാറ്റഗറീസ് പറയുകയാണെങ്കിൽ അഗൈൻ പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ സെഡേറ്റീവ്സ് അമിതമായി ഉപയോഗിക്കുന്ന ബെൻസോഡൈസെപ്പിൻസ്, സൈക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന പേഷ്യൻസ്, പിന്നെ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. എന്നാൽ ഈ മോഡേൺ എറ ഓഫ് അനസ്തീഷ്യയിൽ നമുക്ക് ഒത്തിരി ടൂൾസ് ഉണ്ട് ഈ നമ്മുടെ ഡെപ്ത് ഓഫ് അനസ്തീഷ്യയെ അളക്കാനായിട്ട്. ബിസ്, മാക് എന്നൊക്കെ പറയുന്ന പല ടൂൾസും ഉണ്ട്. സോ അതുകൊണ്ട് വീണ്ടും അതിനുള്ള സാധ്യത വളരെ കുറയുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇൻട്രാ ഓഫ് അവയർനെസ് ഇപ്പോൾ വളരെ ലോ ഇൻസിഡൻസ് ആണ്.